നമസ്കാരം. ബ്ലാക്ക് കോഫിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളാണ്. പക്ഷെ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ ഈ ബാർബർ ഷോപ്പ് അതായത് നമ്മൾ സലൂണിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. എങ്ങനെ മുടി വെട്ടാൻ പറയണം? ഏത് സ്റ്റൈലായിരിക്കും നല്ലത്? എനിക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയ കൺഫ്യൂഷനാണ് എങ്ങനെ വെട്ടിയാലാണ് നമ്മളുടെ ഫേസിനനുസരിച്ച് നമ്മളുടെ ഹെയർ സ്റ്റൈൽ നന്നായിരിക്കുക എന്നുള്ളത്. അവസാനം ബാർബറോട് പറയും, ചേട്ടാ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിന് യോജിച്ച രീതിയിൽ ചെയ്തോളാൻ പറയും. അപ്പോൾ അവരെങ്ങനെയും വെട്ടിത്തരും. അതുകൊണ്ട് നമ്മൾ പോകും. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മളുടെ ഹെയർ സ്റ്റൈല് ആദ്യം സെറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് അതുപോലെ തന്നെ ചെയ്യാൻ സലൂണിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവരതുപോലെ ചെയ്തു തരും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ടൂള് നമ്മൾ ട്രൈ ചെയ്യുന്നത് പെർപ്ലക്സിറ്റി. ഇത് എയർടെലിൻ്റെ കൂടെ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഫ്രീ ആയതുകൊണ്ട് വേറെ ചാർജസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൽ നമ്മളൊരു ഫോട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കടയിലാണെങ്കിൽ അപ്പം തന്നെ ഒരു സെൽഫി എടുക്കുക. അപ്പോൾ കണ്ടോ, നമ്മൾ നേരെ സെൽഫി ക്യാമറ വന്ന് സെൽഫി എടുക്കുക, അതിൽ അറ്റാച്ച് ചെയ്യുക. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നേരെ പോയിട്ട് ഒരു ഇമേജ് നമ്മുടെ ഗാലറിയിൽ നിന്ന് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്തത്. ഇന്ന് തന്നെ എടുത്ത ഒരു ഇമേജ്. ഓക്കെ, മുടിയൊന്നും ശരിക്കും ഇടാത്തൊരു ഇമേജ് നമ്മളെടുത്ത് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മളൊരു കമാൻഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാവർക്കും കമാൻഡ് ഉണ്ടാക്കാവുന്നതാണ്. അത് കുറച്ച് ആയിട്ട് പരിചയമുള്ള ആൾക്കാർക്ക് ഈസിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ കമാൻഡ് എങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആണോ പെണ്ണോ ആരായാലും കുഴപ്പമില്ല. അപ്പം നമ്മളുടെ ടൂള് ഇതിന് നമുക്ക് പിക്ചേഴ്സ് തരിക മാത്രമല്ല ചെയ്യുക, അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡിസ്ക്രിപ്ഷൻ കൂടി അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ പെർപ്ലക്സിറ്റിയിൽ നമുക്ക് ഉള്ളൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസും പറയും. നമുക്കൊരു 6 തരത്തിലുള്ള ഹെയർ സ്റ്റൈല് അത് കാണിച്ചു തരും ചെയ്യും. കണ്ടോ, നമ്മളുടെ ഫോട്ടോ, നമ്മളുടെ ഫേസിനൊരു ചേഞ്ചും ഇല്ല എന്ന് അത് പ്രത്യേകം കമാൻഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഫേസ് ചേഞ്ച് ചെയ്യരുതെന്ന്. അല്ലെങ്കിൽ ചില ടൂൾസൊക്കെ നമ്മൾ ഫേസൊക്കെ ചേഞ്ച് ചെയ്ത് വേറെ രീതിയിലൊക്കെ ആക്കും. അപ്പോൾ ഇതിലാകെ കൂടി നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഹെയർ സ്റ്റൈൽ മാത്രം. അപ്പോൾ ഒരു 6 തരത്തിലുള്ള ഹെയർ സ്റ്റൈലാണ് നമുക്ക്. മീഡിയം, ഷോർട്ട്, ലോങ്, അങ്ങനെ 3 ടൈപ്പിലുള്ള നമ്മളുടെ സ്കിന്നിനും ഫേസിനും യോജിക്കുന്ന ഹെയർ സ്റ്റൈൽസ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും ഇതുപോലെയൊക്കെ മുടിയുള്ള ആളുകൾക്കാണെന്ന് വെച്ചാൽ നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്കൊക്കെ കുറച്ച് മുടിയുള്ളൂ, അപ്പോൾ ഷോർട്ട് ഹെയർ ഏതെങ്കിലും സെലക്ട് ചെയ്യായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ അതാണ് പെർപ്ലക്സിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാവുന്നത് ജെമിനൈയാണ്. ജെമിനൈയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജെമിനൈ നല്ല രീതിയിൽ നമ്മൾ അനാലിസിസ് ചെയ്തിട്ടാണ് ഈ ഫോട്ടോ പ്രിപ്പയർ ചെയ്തത്. ഞാനിപ്പോൾ ഗാലറിയിൽ നിന്ന് ജെമിനൈയിൽ ഒരു നമ്മളുടെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ജെമിനൈയിൽ നമ്മളുടെ കമാൻഡ് കൊടുക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത ഫോട്ടോ. അപ്പോൾ കമാൻഡ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജെമിനൈ അതിനനുസരിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് ഇതിൽ ഏറ്റവും ആപ്റ്റായിട്ട് തോന്നി ജെമിനൈ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോട്ടോ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു സ്റ്റൈൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ജെമിനൈയിൽ ട്രൈ ചെയ്യാം. അതും വളരെ ഈസിയാണ്. ഈ കമാൻഡ് ഇതും ഞാൻ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിച്ച് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മളുടെ കമാൻഡ് മാത്രമല്ല, ഇപ്പോൾ ജെമിനൈ ആയാലും നമുക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ തരും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്കിതിൽ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം നമ്മളുടെ പിക്ചർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, അപ്പം നമ്മളുടെ ഫേസിനോ മറ്റൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. നമുക്ക് നമ്മളുടെ ഹെയറിനനുസരിച്ച് ഒരു ഹെയർ സ്റ്റൈലാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കണ്ടോ, അപ്പം ഈ ഹെയർ സ്റ്റൈൽ നന്നായിട്ടുണ്ട്. എനിക്ക് ഫേസിനോ താടിക്കോ അങ്ങനെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഇതിൽ ഏറ്റവും നല്ലതല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്തു തന്നത് ചാറ്റ് GPT ആണ്. ചാറ്റ് GPTയിൽ ഫേസൊക്കെ കംപ്ലീറ്റ് അവർ ചേഞ്ച് ആക്കി ഭയങ്കര വൃത്തികേടാക്കിയിട്ടാണ് കാണിച്ചത്. അതുകൊണ്ട് ചാറ്റ് GPT ഞാൻ ഒരിക്കലും ഇതിനു വേണ്ടി സജസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.